ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചു, അതിനാൽ ബന്ദികളെ മോചിപ്പിക്കുന്നത് നിർത്തിവെക്കുമെന്ന് പ്രഖ്യാപിച്ച് ഹമാസ്. ഇത് സംഘർഷം വീണ്ടും ആളിക്കത്താനുള്ള സാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 3 ആഴ്ചയായി ഇരുകൂട്ടരും പരസ്പരം ബന്ദികളെ കൈമാറിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഹമാസിന്റെ അപ്രതീക്ഷിതമായ പ്രഖ്യാപനത്തിൽ ഇസ്രയേലി ബന്ദികളുടെ കുടുംബാംഗങ്ങൾ ആശങ്കയിലാണ്. അവർ ടെൽ അവീവിൽ തടിച്ചുകൂടുകയും സർക്കാരിനോട് വെടിനിർത്തൽ കരാറിൽ ഉറച്ചു നിൽക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഹമാസ് സൈനിക വിഭാഗം വക്താവ് അബു ഉബൈദ ആരോപിക്കുന്നത് ഫലസ്തീനികളെ വടക്കൻ ഗാസയിലേക്ക് മടങ്ങുന്നത് ഇസ്രായേൽ വൈകിപ്പിക്കുന്നു. ഫലസ്തീനികൾക്കെതിരെ ശല്യാക്രമണം നടത്തുകയും വെടിവെക്കുകയും മാനുഷിക സഹായം സ്ട്രിപ്പിൽ പ്രവേശിക്കുന്നത് ഇസ്രായേൽ നിർത്തുകയും ചെയ്യുന്നു എന്നാണ്. എന്നാൽ ഇസ്രായേൽ ആരോപിക്കുന്നത് ഹമാസ് വെടിനിർത്തൽ കരാറിന്റെ ചട്ടങ്ങളൊന്നും പാലിക്കുന്നില്ലെന്നാണ്. ഹമാസ് ബന്ദികളെ റെഡ് ക്രോസിന് കൈമാറാൻ കൊണ്ടുവരുമ്പോൾ അവരെ അപമാനിക്കുന്ന തരത്തിൽ നിന്ദ്യമായ പ്രകടനങ്ങളും റോഡ് ഷോയും നടത്തുന്നു എന്നും ഇസ്രായേൽ ആരോപിക്കുന്നു. എന്നാൽ മാനുഷിക സഹായങ്ങൾ എത്തിക്കുന്ന ഓർഗനൈസേഷൻ പറയുന്നത് വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷം കൂടുതൽ സഹായങ്ങൾ തങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നാണ്. വെടിനിർത്തൽ കരാറിന്റെ ആദ്യ 42 ദിവസത്തിൽ 33 ബന്ദികൾ, 16 പേർ മോചിപ്പിക്കപ്പെട്ടു. ഇതിൽ 5 തായ് ബന്ദികളും ഉൾപ്പെടുന്നു. ഇതിന് പകരമായി ഇസ്രായേൽ വിട്ടയച്ചത് മാരകമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരെയും യുദ്ധസമയത്ത് തടവിലാക്കപ്പെട്ട കുറ്റവാളികളെയുമാണ്. ബാക്കിയുള്ള ബന്ദികളെ മോചിപ്പിക്കുന്നതിലും ഇസ്രായേൽ സൈന്യത്തെ പൂർണ്ണമായി പിൻവലിക്കുന്നതിനും സമ്മതിക്കുന്ന വെടിനിർത്തൽ കരാറിന്റെ 2ാം ഘട്ടത്തെക്കുറിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ആഴ്ച ആരംഭിച്ചെങ്കിലും കൂടുതൽ പുരോഗതിയൊന്നും കാണിച്ചിരുന്നില്ല.